കോട്ടയം നമുക്കറിയാം കേരള കോൺഗ്രസ് ഡർബി നടക്കുന്ന മണ്ഡലമാണ്. കേരള കോൺഗ്രസ് നമ്മള് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരം. കേരള കോൺഗ്രസ് അതിന്റെ ഇടയ്ക്ക് ഒരു കൗതുകം ഉണ്ടായത് പുതിയൊരു കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഇടയിലുണ്ടായി മഞ്ഞക്കടമ്പലിന്റെ കേരള കോൺഗ്രസ് മഞ്ഞ. നമുക്ക് ഷിനോജ് ഉണ്ട്. ഷിനോജ്, എന്താണ് അവസാന ദിവസത്തെ കാര്യങ്ങൾ? സാധാരണ കുറച്ച് ഡ്രാമയൊക്കെ പിന്നെ ഉണ്ടാവാറുണ്ട് കോട്ടയം മേഖലയിലൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ മത്സരിക്കുന്നത് മൂന്നും പ്രാദേശിക പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ പോരാട്ടത്തിൻ്റെ എഫക്റ്റായിരുന്നു ഇത്തവണ കോട്ടയത്ത് എന്ന് പറയേണ്ടി വരും. കാരണം മറ്റ് മണ്ഡലങ്ങളിലുള്ള ചർച്ചാ വിഷയങ്ങളൊന്നും തന്നെയല്ല ഇവിടെ പ്രചാരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം, തങ്ങളെ ചതിച്ച് അപ്പുറത്ത് പോയ തോമസ് ചാഴിക്കാടനെ ഇത്തവണ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്ന UDFിൻ്റെ പ്രചാരണം, ഈ റബ്ബറിൻ്റെ വിലയിടിവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത്തരത്തിൽ മറ്റ് മണ്ഡലങ്ങളൊന്നും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജീവ് മഞ്ഞക്കടമ്പലിൻ്റെ രാജി, അത്തരത്തിൽ പുതിയ കേരള കോൺഗ്രസ് വരുന്നു. UDFിൻ്റെ ജില്ലാ ചെയർമാൻ തന്നെ ഒരു NDAയുടെ ഘടകകക്ഷിയായി മറ്റൊരു അതിൻ്റെ NDAയ്ക്കൊപ്പം ചേരുന്നു. അത്തരത്തിൽ പ്രചാരണത്തിൽ തന്നെ വിഷയങ്ങളിൽ തന്നെ വ്യത്യസ്തത പുലർത്തിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു കോട്ടയം എന്ന് പറയേണ്ടി വരും. എന്തായാലും UDF ക്യാമ്പ് അവസാന നിമിഷം വരെ ഇപ്പോഴും പുലർത്തുന്ന ആത്മവിശ്വാസം 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് വച്ച് പുലർത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതു തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ അവർക്ക് മികച്ച ലീഡുണ്ടായിരുന്നു. ആ ലീഡ് ഇത്തവണയും തുടരും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ വച്ച് പുലർത്തുന്നത്. പക്ഷേ LDF ക്യാമ്പ് വച്ച് പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത്, അത് തോമസ് ചാഴിക്കാടൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം പാർലമെൻറ്റിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, MP ഫണ്ട് വിനിയോഗത്തിൽ ഉൾപ്പെടെ തോമസ് ചാഴിക്കാടൻ ഒന്നാമതെത്തിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള വികസനം തോമസ് വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം എത്രമാത്രം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആവുന്നുണ്ട്. കാരണം അദ്ദേഹം SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സാധാരണ നിലയിൽ LDFന് പോൾ ചെയ്യുന്ന ചില വോട്ടുകളെങ്കിലും വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം തുടങ്ങിയ മേഖലകളിൽ ചോരാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ മണിപ്പൂർ, ഇന്നിപ്പോ ദീപിക പത്രത്തിന്റെ 1-ാം പേജിൽ LDFന്റെ വമ്പൻ പരസ്യം കണ്ടു. മണിപ്പൂരിലെ കത്തിക്കുന്ന പള്ളികളൊക്കെ വെച്ചിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. കത്തോലിക്ക സഭയുടെ നിലപാട്, ഇതൊക്കെ എങ്ങനെയാണ്? പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് വിജയിക്കും എന്ന് ആരും തന്നെ പറയില്ല. പക്ഷേ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. കാരണം ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 27% വോട്ട് SNDPക്ക് ഇവിടെയുണ്ട്. ഏറ്റുമാനൂർ, വൈക്കം, കുമരകം, തിരുവാർപ്പ് പോലെയുള്ള മേഖലകളിൽ SNDPയുടെ ശക്തമായ വോട്ട് ഇത്തവണ ഉണ്ട്. കാരണം മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം, SNDPയുടെ തരത്തിലുള്ള ശാഖകളുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം ഇത്തവണ തുഷാറിന് വേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുഷാർ ഇവിടെ ആദ്യം മത്സരിക്കാൻ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു മുഖമല്ല ഇപ്പോൾ തുഷാറിന് ഇവിടെ ഉള്ളത്. ശക്തമായ രീതിയിലുള്ള SNDPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ തുഷാറിന് വേണ്ടി ഈ മേഖലകളിലൊക്കെ തന്നെ, SNDPയുടെ മേഖലകളിലൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ ഇതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എത്രത്തോളം കാണുമെന്ന് ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും തുഷാർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ എത്തുമ്പോൾ തന്നെ SNDP വിഭാഗത്തിൽ നിന്നുള്ള ഒരു ശക്തമായ വോട്ട് തുഷാറിലേക്ക് അടിയൊഴുക്കുക ഭാഗമായി തുഷാറിലേക്ക് വരും. അതേസമയത്ത് തന്നെ കാലാകാലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന NSS വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. അത് UDFിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയും UDF ക്യാമ്പ് വച്ച് പുലർത്തുന്നുണ്ട്. ശരി, ഷിനോജാണ് കോട്ടയത്തിന്റെ അവിടുത്തെ അടിയൊഴുക്കുകളൊക്കെ വ്യക്തമാക്കിയത്. ഒരു കാര്യം, ഈ ഷിനോജ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഈ തുഷാറിന് വേണ്ടി പണ്ട് വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈഴവ സമുദായത്തിന്റെ ഒരു ഈറ്റില്ല കൂടിയാണല്ലോ. കൊല്ലത്തു നിന്നൊക്കെയാണ് സ്കോഡ് ഇപ്പം കോട്ടയത്തേക്ക് പോകുന്നത്. അല്ല, ഇതിനകത്ത് SNDP എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ഇപ്പോൾ അതിൻ്റെ സ്ക്വാഡ് ഇറങ്ങി ഈ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്, ഏത് മുന്നണിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്, ആ മുന്നണിയുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇത്രയും വൈരുദ്ധ്യങ്ങൾ കാണാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും. പക്ഷേ BDJS ഉണ്ടായ വർഷം പോലും 2016 പോലും പക്ഷേ അങ്ങനെ ഇതുപോലെ സ്ക്വാഡ് പ്രവർത്തനം മുമ്പും നടന്നിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ്. നേരത്തെ വടകരയുടെ കാര്യം പറഞ്ഞത് ഏറിയും കുറഞ്ഞും ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വരുന്നു എന്നുള്ളത് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യമാണ്. കാരണം 62-ലെ തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു തിരുവല്ലയിൽ പ്രസംഗിക്കാൻ ചെന്ന ദിവസമാണ് എല്ലാ മെത്രാന്മാരും ചേർന്ന് ഇടയലേഖനം ഇറക്കിയത്. നെഹ്റു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കണമെന്നായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കണമെന്നായിരുന്നു ലേഖനം. പക്ഷേ നെഹ്റു അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ മതത്തിന് ആരാണ് സ്വാതന്ത്ര്യം നൽകിയത് എന്നാണ്. ഇപ്പോൾ
ആ കാലം ഇങ്ങനെ വരാത്തവണ്ണം മാഞ്ഞു പോവുകയും എല്ലാവരും ഇത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകളിലേക്ക് നമ്മൾ പോയി വീഴുകയും പിന്നീട് അതിനെ ചാഴിക്കാടിനെ അപലപിക്കുകയും. സംബന്ധിച്ചുള്ള കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് കൃത്യമായിട്ടൊരു ഓപ്ഷൻ അത് ചാഴിക്കാട് എന്നത് കുറച്ചുകൂടി UDF-നെ സംബന്ധിച്ചൊരു മേൽക്കൈ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ പണ്ടൊക്കെ KM ജോർജിന്റെ ആ ഒരു ലെഗസി, ലെഗസികൾ പലതുണ്ട്. കെ എം മാണിയുടെ ലെഗസി ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നെ റബ്ബറിന് UDF വില 300 ആയോ എന്നുള്ളൊരു UDF എല്ലാ ചോദ്യമാണ് കാലത്തേക്കാട്ടിലും ഒരുമിച്ച് നിൽക്കുന്നു, കൂട്ടായി നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് പറയുന്നത് കേരള. ഇപ്പോൾ എനിക്ക് KM മാണി അതേ നിലയിൽ സമാഹരിച്ച അത്രയും ജനപിന്തുണ സമാഹരിക്കാൻ കഴിയുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ജോസ് കെ മാണിയുടെ ആവശ്യമാണ്. ഞങ്ങളുടേതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് സ്ഥാപിക്കേണ്ടത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതേസമയം KM ജോർജ് സാറിന്റെ മകനാണ് അപ്പുറത്ത് മത്സരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കേരള കോൺഗ്രസ് ചിഹ്നം പ്രശ്നമായി. പ്രശ്നമാണ്. പക്ഷേ ഈ എപ്പോഴും കേരള കോൺഗ്രസിന്റെ അവരുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ആഭിമുഖ്യം എന്ന് പറയുന്നത് UDF-നൊപ്പമാണ്. അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് UDF-ൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന് തീരെ ചെറിയൊരു കഷ്ടമാണെങ്കിലും, ഇപ്പോൾ കേരള കോൺഗ്രസ് ഒരുപാടുണ്ടാകുന്നുണ്ടല്ലോ, അതിൽ തീരെ ചെറിയൊരു കഷ്ടമാണെങ്കിലും ഈ UDF-നോടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്ന ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു വെയിറ്റേജ് എപ്പോഴും DNA-യിൽ അല്പം മാർക്സിസ്റ്റ് വിരുദ്ധത ഇപ്പോഴും ഉണ്ട്. കേരള കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു നേതാവിന്റെ വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. അതായത് പിണറായി വിജയനെ കുറിച്ചൊക്കെ നമ്മുടെ ആൾക്കാർ പറയുന്നത് കോട്ടയം നോക്കാം, നമുക്കിപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ മതി. അതൊക്കെ നിങ്ങൾ കൂടി ശരി, എന്തായാലും നമുക്കിനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകണം.